അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഓഫിലാണ്. അപ്പം മലയാളികൾ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബിൽഡിംഗ് അജാദ് സ്ട്രീറ്റിലുള്ള കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. അവിടെ കുറച്ച് ഹോട്ടലുകളും മലയാളികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റും. ഇത് ഹറമിലേക്കുള്ള റോഡാണ്. നമ്മൾ ഈ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ ക്ലോക്ക് ടവർ ഇങ്ങനെ ഈ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. വലത് ഭാഗത്തായിട്ട് നമുക്കൊരു പാർക്കല്ല, വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. ഖുദായി പാർക്ക് എന്നാണ് പറയുക. ഈ പാർക്കിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഖുദായി ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. ഹാജിമാരൊക്കെ വന്നിട്ടുണ്ടോ, കഴിഞ്ഞ തവണ വന്നവർക്കൊക്കെ മനസ്സിലാവും. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ടായിരുന്നു ഹാജിമാർ ഹറമിലേക്ക് പോയിരുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടെ ഈ മലമുകളിൽ നമുക്കൊരു ജബൽ ഖന്ദാം എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ആ മലയുടെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്തേക്കുള്ള ഒരു വ്യൂ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നൊരു ജബൽ ഖന്ദാം എന്ന് പറഞ്ഞ മലയുടെ മുകളിലാണ്. അതിൻ്റെ പരിസരത്ത് തന്നെയാണ് നിങ്ങളുടെ താമസ സൗകര്യങ്ങളുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് 1102 നമ്പർ ബിൽഡിങ്ങിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് അൽ കസ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്കുള്ള താമസ സൗകര്യങ്ങളുള്ളത്. അപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണ്. അജാദ് റോഡിലേക്കാണ്, അതായത് ഇവിടുന്ന് ഹറമിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ നടന്നു പോകാനൊന്നും പറ്റില്ല, കുറച്ച് വണ്ടിക്ക് പോകാനുള്ള ദൂരമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ പുറത്തിറക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ മെയിൻ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ മാഷാഅല്ലാ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ക്ലോക്ക് ടവർ കാണാൻ പറ്റും. ഇതാണ് 1116 കേട്ടോ, ബിൽഡിംഗ് നമ്പർ 1116. ഈ ഒരു റോഡിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ റോഡിലൂടെ നമുക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിൻ്റെ മുകളിലുള്ള ഒരു ചന്ദ്രക്കല നിങ്ങൾക്ക് കാണുന്നില്ലേ. ഈ റോഡ് കയറി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജബൽ ഖന്ദാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ്. ആ ഒരു പരിസരത്താണ് 1116 വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഹജ്ജ് ബിൽഡിങ്ങുകളാണ്. ഈ ഒരു ഏരിയയിലൊക്കെ മുഴുവൻ നമ്മുടെ ഹാജിമാർക്കുള്ളതാണ്. മലയാളി ഹാജിമാർക്ക് ഇവിടെ 1-2 ബിൽഡിങ്ങുകൾ കൂടെ ഉണ്ട്. 1113 1115 ഈ ഭാഗത്താണ് കേട്ടോ. ബാക്കി സ്റ്റേറ്റിലെ ഹാജിമാർക്കും ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബിൽഡിംഗ് ആണ് 1113 കേട്ടോ. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 1113. മാഷാഅല്ലാ, ഇതാണ് ആ ബിൽഡിങ്. ഇതാണ് മലയാളികൾ താമസിക്കുന്ന മറ്റൊരു ബിൽഡിംഗ് കേട്ടോ, അൽ അസീൽ സക്കയ്യ ഹോട്ടൽ. ഓക്കെ, ഇവിടെയാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുകളിലോട്ടാണ് 1116 15 വരുന്നത്. റോഡിന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 1113 1116 ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പള്ളിയുണ്ട്. നിസ്കരിക്കാനൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഈ റോഡ് നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തുന്നത്. മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ടാക്സി കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു 13 16 1113 16 ഒക്കെ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലേക്കാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു ഹജ്ജ് ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ താഴെ ഭാഗത്തുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് അൽ ഷുറഹ അൽ ഖൈർ അജാദ് ഹോട്ടലാണ്. ഇതാണ് 1117 നമ്പർ ബിൽഡിങ്, മലയാളികൾ താമസിക്കുന്ന ബിൽഡിങ് ഇതാണ് കേട്ടോ. മാഷാഅല്ലാ, ഇവർക്ക് ഈ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് വണ്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ടാക്സിയൊക്കെ എപ്പോഴും കിട്ടുന്നൊരു ഏരിയ കൂടിയാണിത്. ആ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. നമ്മൾ കണ്ടത് 1102 1113 1117 1116 ഈ ഒരു 4 ബിൽഡിങ്ങുകൾ വരുന്നത് അജാദ് സ്ട്രീറ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ഒരു ഏരിയ തന്നെയാണ്. നല്ല തിരക്കുകളുള്ള ഒരു ഏരിയ ആണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുകൾ ഉണ്ടാകുന്ന ഒരു ഏരിയ, ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണിത്. പക്ഷേ വണ്ടികൾക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും ടാക്സി ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ അജാദ് സ്ട്രീറ്റ് വരുന്നത്. നിങ്ങൾ ഈ ഒരു 4 ബിൽഡിങ്ങുകൾ വരുന്ന ഏരിയ കേട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും സൗകര്യങ്ങളൊക്കെ കുറച്ചധികം ഉള്ള ഒരു ഏരിയ കൂടിയാണ്.